അങ്ങനെ നമ്മൾ കുളുമാണ് തൊപ്പി. ഈ കച്ചവടക്കാരനുണ്ടല്ലോ, ഇയാൾ ഭയങ്കര കച്ചവടക്കാരനാട്ടോ. നല്ല രസമുള്ള പാലല്ലേ. ഇതുപോലെ ഒരുപാട് സംഗതികൾ കാണിച്ചു തരാം. തണുത്തിട്ട് വർത്താൻ പറയാനും കഴിയുന്നില്ല, ഐസ് തിന്ന പോലെ. ഇതിലേ ചിരിക്കുക. ഞാൻ ഇന്നലെ ഒരു കോമഡി പറഞ്ഞു, ഞാൻ ഇന്ന് ചിരിക്കുക. അത് പ്രത്യേകിച്ച് ആക്കാനുണ്ടെന്നാ. ഹായ്, അത് തമിഴിലോട്ട് ഓടണോ? ഇവിടെ വന്നിട്ട് ഒരു പ്രത്യേക ജീവിനെ കാണാൻ വേണ്ടി കയറിയത് അങ്ങോട്ട് കണ്ടെത്തി. ചുളൂല് ടൂറടിക്കാൻ വന്നാട്ടെ. അറബിക്കഥയിലെ റാണിയാൽ ഓരോ കിനാവിലും വന്നു നീ, അറബരമുട്ടിന്റെ താളമായി ആടിയുലങ്ങന്റെ കൽവില്. അത് കഴിഞ്ഞ് പിന്നെ വേറെ കിട്ടി രണ്ടെണ്ണം ബംഗാളിയാണ്. അല്ല ബംഗാളി. ഇതാരാ നിൽക്കുന്നത് നോക്കി ഞങ്ങൾ അടിമുടി. ആഹാ ആഹാ, നല്ല റിക്കില് കാണാൻ. അപ്പൊ ഇവിടുന്നൊക്കെ ആയിരിക്കും മറ്റേ കണ്ണുക്കുൾ നീതാ കണ്ണീരിൽ നീതാ കൺമൂടി പാർത്ത നെഞ്ചുക്കുൾ നീതാ എന്നാനതോ ഏതാനതോ സ്വൽ സ്വൽ रोजा जाने मन तू दिल की धड़कन तुझ बिन तरसे नैना. ഈ മലനിരകളൊക്കെ കയറി പോയാൽ ആ സ്ഥലമായി ഈ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത്. ആരോ ഒന്ന് എന്നെ വിളിക്കുന്നുണ്ട്, ചെന്ന് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു എൻ്റെ മകൾ ആയിഷയാണെന്ന്. അത് ആയിഷ തന്നെയായിരുന്നു. അന്നേരം ഓടേണ്ടി വരും. अच्छा क्या नाम है आपका? गिरधानी लाल. गिरधानी लाल. നമുക്കൊരു നല്ല ടീ ഷോപ്പ് പറഞ്ഞ് കിട്ടി. എനിക്ക് വേണ്ട ചൂടുള്ള ചായ, പക്ഷെ കുടിക്കാൻ തോന്നുന്നില്ല. കുടിച്ചാ വേറെ പലതും തോന്നിപ്പോയാലോ. ഇതിലേ ചിരിക്കുക. ഞാൻ ഇന്നലെ ഒരു കോമഡി പറഞ്ഞു, ഞാൻ ഇന്ന് ചിരിക്കുക. അങ്ങനെ മണാലി എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് റൂമിലേക്ക് പോകാൻ വേണ്ടി ഒരു ട്രാവലർ അവർ റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ കയറിപ്പോൾ അങ്ങോട്ട് പോകണം. ബാക്കി കാഴ്ചകളൊക്കെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുളുമാണ് തൊപ്പി. ഈ കച്ചവടക്കാരനുണ്ടല്ലോ, ഇയാൾ ഭയങ്കര കച്ചവടക്കാരനാട്ടോ.
ഇയാളെല്ലാവരെയും പറഞ്ഞ് വേഗം തലയിൽ ഇട്ട് കൊടുക്കുക. നേരെ പോയാൽ ഭയങ്കര പൈസ കൊടുക്കും. ആ അതെ, എല്ലാവരും കുളുമണാലി തൊപ്പി ധരിച്ച് അവരവരെ ലഗേജുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ട്രാവലറിൽ എല്ലാം ലോഡാക്കി ട്രാവലറിൽ പുറപ്പെടാൻ നിൽക്കുകയാണ്. ലോഡ് ചെയ്ത ആൾ മുകളിൽ തന്നെ നിൽക്കുക സാധനങ്ങളൊക്കെ വെച്ചിട്ട്. शाम भाई के साथ हम चल रहा है बंसी बजाने वाला शाम श्याम वही है ना? हाँ जी श्री ഡ്രൈവറെ കാണാൻ എൻ്റെ സ്നേഹിത ക്ലാസ്മേറ്റ് ഉജിയുണ്ട്. ഉജിനെ പോയിട്ട് കാണാൻ. ഉജി പാലം കടന്നിട്ട് വേണം പോവാൻ. സാധനമൊക്കെ എടുത്തിട്ട് നല്ല രസമുള്ള പാലമല്ലേ? വണ്ടിയൊക്കെ പോയാൽ പോക്കുണ്ടോ? കയറ്റം കയറി വരുമ്പോഴത്തേക്ക് നായ്ക്ക് കയറിക്കുമ്പോൾ കരച്ചു പോയി. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഹോട്ടലിൻ്റെ പുറത്ത് അടിപൊളി വ്യൂ ആണ്. ഇത് നമുക്ക് കുറച്ച് സുഹൃത്തുക്കളൊക്കെ കാണുന്നുണ്ട് അവിടെ താമസിക്കുന്ന. നേരെ മേലെ മലകൾ കാണുന്നു. ഇനി ഹോട്ടൽ റൂമും കാണും. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം നമ്പർ 2001. അടിപൊളി റൂമല്ല, സെറ്റാട്ടോ. സെറ്റപ്പ് റൂമാണ്, നല്ല ഫെസിലിറ്റിയാണ്, കൊടുത്ത പൈസ മുതലാകുന്ന റൂമാണ്. റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് പുറത്തേക്ക്. അടിപൊളി. അപ്പോൾ നമുക്ക് അടിപൊളി സംഭവങ്ങൾ കാണാം. നമ്മളെ ഹോട്ടലിൻ്റെ താഴെ തന്നെ, നമ്മൾ ബാക്കിൽ കാണുന്നതാണ് ഹോട്ടൽ. ഹോട്ടലിൻ്റെ താഴെ തന്നെ ഇപ്പോൾ കാണുന്നില്ല മരം കൊണ്ട്. അതിന് മുന്നിലൂടെ കടന്നു വന്ന പാലം കണ്ടെങ്കിൽ മനോഹരമായൊരു പാലം. ഇതുപോലെ ഒരുപാട് സംഗതികൾ കാണിച്ചു തരാം. തണുത്തിട്ട് വർത്താൻ പറയാനും കഴിയുന്നില്ല, ഐസ് തിന്ന പോലുണ്ട്. അതിന് മുന്നിലുള്ള വലിയ പഹാടാണ്, പർവ്വതം. നമ്മുടെ ഒരാൾ തപസ്സിരിക്കുകയാണ്. ബേക്കിൽ നല്ല മഞ്ഞുമലകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ ഉരുളൻ കല്ലുകളുടെ കാഴ്ച കാണാൻ തന്നെ അതിമനോഹരമായിരിക്കുന്നു. ഞാൻ എൻ്റെ ഡ്രൈവർ ഫ്രെഡി പറഞ്ഞു. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു നദി ഒഴുകുന്നുണ്ട്, അത് നമുക്കിപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ആദ്യം ഫെവിൻ്റെ ഫോട്ടോ എടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ
ഇതിൻ്റെ കരയിലൂടെ നദിയുടെ ബിയാസ് നദി, ഇവിടുത്തെ അതിപ്രശസ്തമായ ബിയാസ് നദിയാണ് ഇവിടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ യാത്രയ്ക്ക് പുറപ്പെടാനുള്ള സംഘം ഇറങ്ങി വരികയാണ്. മക്കളെ ഇറങ്ങി വരികയാണ്. പ്രത്യേകിച്ച് ആക്കാണ്ടെന്നാ ഹായ് അത് തമിഴിലോട്ട് ഓടണോ? ഈ പാലത്തിന്റെ മുകളാണ് ഇപ്പൊ കണ്ട വണ്ടി മുഴുവൻ വരുന്നത്. എപ്പോ തകരുന്ന് പറയാൻ പറ്റാത്ത പാലം. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പാലത്തിൻ്റെ ഭംഗി തോരണങ്ങൾ തൂക്കിയിട്ടത് എന്ത് രസമാണ്. ഹലോ, അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്ന് ഇറങ്ങിയിരിക്കുന്ന മാർക്കറ്റിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. വാശിഷ് ടെമ്പിൾ. അപ്പോൾ ഹിഡുംബി ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാശിക്കുള്ള ടെമ്പിള് വശിഷ്ഠ. അങ്ങനെ പറ, വാശിഷ്ഠ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറ. ഹിഡുംബിൻ്റെ അടുത്തല്ലേ? ഓക്കെ, ഇപ്പോൾ വശിഷ്ഠ. ഞാൻ മാറ്റില്ല. ഇവിടെ വന്നിട്ട് ഒരു പ്രത്യേക ജീവിനെ കാണാൻ വേണ്ടി കയറിയത് അങ്ങോട്ട് കണ്ടെത്തി. ചുളൂല് ടൂറടിക്കാൻ വന്നാട്ടെ ഭാര്യ എവിടെയൊക്കെ പോയി? വേറെ ആരുടെ കൂടെ? കാണുന്നില്ല. മൊയില് ആയിഷ, മൊയില് പാവാണ് മൊയില്. ഫോട്ടോ എടുക്കാം. നിങ്ങൾ ആ കുപ്പായിട്ട് എല്ലാം നിരന്ന് നിന്ന ഇനിയാണ് കളി. ഇതാരാ നോക്ക്. അറബിക്കഥയിലെ റാണിയാൽ ഓരോ കിനാവിലും വന്നു നീ, അറബരമുട്ടിന്റെ താളമായി ആടിയുലഞ്ഞെന്റെ കൽവില്. അത് കഴിഞ്ഞ് പിന്നെ വേറെ കിട്ടി രണ്ടെണ്ണം ബംഗാളികളെ. അല്ല ബംഗാളി. ഇതാരാ നിൽക്കുന്നത് നോക്കി ഞങ്ങൾ അടിമുടി. ആഹാ ആഹാ, നല്ല ലുക്കില് കാണാൻ. ഇനി ഇവിടെ ഒരാളുണ്ട്. ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സുന്ദരി. അതാണ് ഇത് കേട്ടോ. 17 കഴിഞ്ഞല്ല, 10-20 കഴിഞ്ഞ മണിമഞ്ചെത്തി. ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഉമ്മ കല്യാണത്തിന് പോയിട്ട് പരാതി പറയാ. ഞാൻ ആദ്യം ഫസ്റ്റ് വിളിച്ചില്ല. വീഡിയോ എടുത്തിട്ടില്ല. ഫോട്ടോ എല്ലാവരും കൂടെ നിജാം അല്ലേ? നമ്മളെല്ലാവരും 4 ഫാമിലി ഫോട്ടോ. ഇദ്ദേഹം തൻസീറിന്റെ ഫുൾ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് സാമാണ്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഹിഡുംബി ടെമ്പിളാണ്. അതായത് ഭീമൻ്റെ കഥയിലെ ഇടുമ്പി അവരുടെ അമ്പലം.
ഞാനൊന്ന് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ എടുത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. ഇത് എത്ര പുരാതനമാണെന്ന് ഇതിൻ്റെ നിർമ്മിതി കണ്ടാൽ അസലായിട്ട് മനസ്സിലാവും. सर आपके मोबाइल में भी होगा, ऐसे नहीं होगा. Lille og Lolle, ja. എൻ്റെ മക്കൾ ഈ ഡ്രസ്സിൽ ഒന്ന് നിൽക്കടാ, നാടുകടക്ക് നീ നിൽക്ക്, ഞാൻ തീർക്കട്ടെ. എന്നിട്ട് അമ്മ നിസാറിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാം. നീ നിൽക്ക്, ഞാനിതൊന്ന് വ്ളോഗ്. നോക്കണേ ക്യാമറ ക്യാമറ നോക്ക്. ഹായ്, അങ്ങനെ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് മണാലിയിലെ ക്ലബ് ഹൗസാണ്. ഹിമാചൽ ടൂറിസം ദ ക്ലബ് ഹൗസ് മണാലി, ഹിമാചൽ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ്. ഓക്കെ, അടിപൊളി സ്ഥലത്താണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നില്ല. ഇതാണ് ബുദ്ധിസ്റ്റ് മോണസ്ട്രി, മണാലിയിലെ ബുദ്ധക്ഷേത്രം. ബുദ്ധക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഇതുകൊണ്ട് അവർക്ക് അങ്ങനെ വരുന്ന വഴിക്ക് ഒരു പ്രത്യേക തരം പാല് കടയിലൊക്കെ, അത് വാങ്ങി കുടിച്ചോട്ടെ. എങ്ങനെയുണ്ട്? നമ്മൾ നടന്ന് തളർന്നപ്പോൾ ഒരു ചായ പിടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളതും ആകെയുള്ളതും വെജ് കടകളാണ്. അപ്പോൾ എവിടെ ചെന്നാലും ആ നാട്ടിനനുസരിച്ച് ആകുക എന്നുള്ള ഒരു സംഗതി നമുക്ക് അറിയുന്നുണ്ട്. നമ്മളങ്ങനെ ചായ പിടിക്കാൻ വേണ്ടി കയറിയാണ്. വെയിറ്റിങ്ങില്ല, ഇടക്കിടക്ക് ചായ പിടിക്കുന്നവരാണ്. പക്കോട പറഞ്ഞിട്ട് വന്നവർക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു സാധനം വെച്ച് ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വെജ് ഐറ്റം തന്നെയാണ്, പക്ഷേ ടേസ്റ്റ് ഉണ്ട്.
വളരെ തിരക്ക് പിടിച്ച മാർക്കറ്റിനകത്ത് നമ്മളിങ്ങനെ ഇവിടെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് മാർക്കറ്റ് കാണാൻ വേണ്ടി നടക്കുന്ന കൂട്ടത്തിൽ വിശ്രമിക്കുകയാണ്. ഇതില്ലങ്ങ ഞാനില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശം സംഗതിയായിപ്പോയി. അതുകൊണ്ട് ഞാനും ഇതിനോടൊപ്പം ചേരുന്നു വിത്ത് മൈ ഫാമിലിയാണ്. നമ്മൾ തിരിച്ച് റൂമിലേക്കൊന്ന് പോകുന്ന വഴിയാണ്. അത് അടിപൊളി കാഴ്ച കണ്ടപ്പോൾ ഞാൻ പതുക്കെ ക്യാമറ ഓണാക്കിയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ അന്തി ഫുഡ് രാത്രി ഞങ്ങൾ റൂമിലേക്ക് എത്തി ഫുഡ് കഴിക്കണം. നല്ല റൊട്ടിയും റൈസൊക്കെ തീർന്നു മുതലോട്ട് വെച്ചിട്ട് പിന്നെ ഇതെന്താ മിക്സ് മസാല ഫ്രൈ പോലത്തെ ഒരു സാധനം, പനീർ മട്ടനൊക്കെ പഠിച്ച അങ്ങനെന്തോ, പിന്നെ ദാല്, ഇതെന്താ ചിക്കൻ കറി ഒളിച്ചിട്ട് അങ്ങനെ പലതുമാണ് നടന്നത്. ഇതിന് എൻ്റെ പ്ലേറ്റാണെങ്കിൽ പൂക്കളം വെച്ചതുപോലെ കാണുന്നത്. എതിരെ ചോറ് കിട്ടിയപ്പോൾ ചാടി വീണു കേരളത്തെ ഓർമ്മിക്കുകയാണ്.